നമസ്കാരം. തന്റെ ഭർത്താവിന്റെ മരണത്തിൽ CPM കാണിക്കുന്ന ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയതോടെയാണ് മഞ്ജുഷ ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി എത്തുന്നത്. നീതി ലഭിക്കില്ലെന്ന് വ്യക്തമായി അതുതന്നെ കാരണം. പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിയുടെ വാക്കും വെറും വാക്കാണെന്ന മഞ്ജുഷയ്ക്ക് ചില പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ വിവരം കിട്ടി. അതോടെയാണ് മഞ്ജുഷയും അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും ADMന് നീതി കിട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. എന്തായാലും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മലയാലപ്പുഴ മോഹനൻ ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു പിന്മാറ്റം നേരത്തെ തന്നെ മലയാളികൾ പ്രതീക്ഷിച്ചതുമാണ്. ഒന്നാമത്തെ കാര്യം, കണ്ണൂർ CPMനോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള കപ്പാസിറ്റിയൊന്നും കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു CPM ജില്ലാ കമ്മിറ്റിക്ക് ഇല്ല എന്നത് തന്നെ. ശരിയായ രീതിയിലുള്ള ഒരു ഭീഷണി പത്തനംതിട്ട CPMലേക്ക് ചെന്നിട്ടുണ്ടാകും. ആർക്കും മാഷാള്ള സ്റ്റിക്കർ പതിച്ച കാർ വരുന്നതിനോട് താല്പര്യമുണ്ടാകില്ലല്ലോ. എല്ലാവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരും കുടുംബത്തിന് നെടും തൂണുകളായിരിക്കുമല്ലോ. നേരത്തെ കൂട്ടി അങ്ങ് മേൽപോട്ട് പോകാൻ ആർക്കും അതുകൊണ്ട് താല്പര്യമുണ്ടാകില്ല. അതുമല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ പിടിച്ചുകെട്ടി പാർട്ടിക്ക് പുറത്തിടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പണം കൊടുത്ത് ഒതുക്കാമെന്നത് തന്നെയാണ്. നല്ലൊരു എമൗണ്ട് ഒരുപക്ഷെ മലയാലപ്പുഴ മോഹന്റെ അക്കൗണ്ടിൽ വീണിട്ടുമുണ്ടാകാം. എന്തായാലും മലയാലപ്പുഴ മോഹന്റെ നാവ് അടങ്ങിയാൽ പിന്നെ ADMന്റെ കുടുംബത്തിന് ഒപ്പം നിൽക്കാൻ ആരുമുണ്ടാകാത്ത ഒരു അവസ്ഥ കൂടിയായി. നീതി കിട്ടില്ല, അത്ര തന്നെ. അത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് പിന്നാലെയാണ് ADMന്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. എന്തായാലും കോടതി ഈ ഹർജി തള്ളാതിരുന്നതോടെ പണി പാളിയെന്ന് CPMനും മനസ്സിലായി. കാരണം കേസ് ഡയറി ഹാജരാക്കാൻ വരെ കോടതി നിർദ്ദേശിച്ചു. മാത്രമല്ല, മഞ്ജുഷ പറഞ്ഞ കാര്യം പ്രത്യേക അന്വേഷണ സംഘം എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നാണ്. അവർ പ്രതിക്ക് അനുകൂലമായി തെളിവുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നതുമാണ്. എന്തായാലും ഇതെല്ലാം കേട്ട കോടതി CBI അന്വേഷണം എന്ന ആവശ്യം നിരാകരിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം എടുപിടിയെന്ന് വീണ്ടും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു തെറ്റ് പറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞെന്ന് കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത തേടിയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നടപടി എന്നതാണ് ശ്രദ്ധേയം. തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം. ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴിയെടുത്തത്. ആദ്യ മൊഴിയിലെ വിവരങ്ങൾ അപൂർണമാണെന്ന് ആക്ഷേപം ഉയർന്നതോടെയാണ് വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. നവീൻ ബാബു യാത്രയയപ്പിന് ശേഷം ചേംബറിലെത്തി തെറ്റുപറ്റിയെന്ന് പറഞ്ഞിരുന്നതായാണ് ആദ്യ മൊഴിയിലുള്ളത്. എന്നാൽ എന്താണ് പറ്റിയ തെറ്റ്, ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ മൊഴി വീണ്ടും പ്രഹസനമായി രേഖപ്പെടുത്തിയത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമാനമായ മൊഴി നൽകിയിരുന്നു. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ലായിരുന്നു. ഒക്ടോബർ 22-നാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത്. അതിനിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാനും സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ADMന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നുമാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളുകയും ചെയ്തു. CBI അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. ആ നിലപാടിലൊന്നും മാറ്റമില്ലത്രേ. CBI കൂട്ടിലടച്ച തത്തയാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ SIT എന്ന് പറയുന്ന പ്രഹസനമായ അന്വേഷണ സംഘം CPMന്റെ കൂട്ടിലെ തത്തയായിരിക്കുമല്ലേ എന്നേ ചോദിക്കാനുമുള്ളൂ. എന്തായാലും അതേസമയം തന്നെ പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയാനും ഗോവിന്ദൻ മറന്നിട്ടില്ല.
മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ CPMഉം സർക്കാരും പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് CPMഉം സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണശേഷം അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും CBIയും നിലപാട് അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേസ് ഡയറി ഹാജരാക്കാൻ SITയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 10 ദിവസമാണ് ഇതിന് കോടതി അനുവദിച്ചിരിക്കുന്ന ദിവസം. ഡിസംബർ 6-ന് ഹൈക്കോടതി ഹർജിയിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. എന്തായാലും ഭയപ്പാടിൽ തന്നെയാണ് കണ്ണൂർ CPM. കണ്ണൂർ CPMന് പലരെയും രക്ഷിച്ചെടുക്കാനുണ്ട്. അതിനുള്ള തന്ത്രങ്ങൾ അവർ ഈ ദിവസങ്ങൾ കൊണ്ട് മെനയുകയും ചെയ്യും. അതിന്റെ ഭാഗമായി തന്നെയാണ് മലയാളപ്പുഴ മോഹനന്റെ പിന്മാറ്റം എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നത്. കൂടാതെ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തുന്ന പ്രഹസനവും. നന്ദി.